കേരള കോൺഗ്രസിന്റെ 10 സീറ്റുകളും വിട്ടുനൽകില്ലെന്ന് പി ജെ ജോസഫ്. ഇടുക്കി സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. ഉഭയകക്ഷി ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. യഥാർത്ഥ കേരള കോൺഗ്രസ് ഒന്നു മാത്രമാണെന്നും അത് ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ് ആണെന്നും പി ജെ ജോസഫ് പറഞ്ഞു. ഘടകകക്ഷികളുടെ സീറ്റുകളൊന്നും തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് മത്സരിച്ചും എല്ലാം ജയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കും. കേരള കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്ന കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് തന്നെയാണ്, ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുണ്ട്, ചിഹ്നമുണ്ട്. അപ്പോൾ മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. ആഷിഖ്, എന്താണ് ജോസഫ് പറയുന്നത്? അജിൻസ്, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിരന്തരം തങ്ങളുടെ ഒറ്റ സീറ്റും വിട്ടുകൊടുക്കുകയില്ല എന്ന് ആവർത്തിക്കുകയാണ് ജോസഫ് ഭാഗം. ഇന്ന് രാവിലെ പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞതും അത് തന്നെയാണ്. UDF-നുള്ളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടില്ല. 10 സീറ്റുകൾ തന്നെയും ഞങ്ങൾ ഇത്തവണ മത്സരിക്കും. ഇടുക്കി സീറ്റ് അടക്കമുള്ള യാതൊരു സീറ്റും വിട്ടുനിൽക്കണമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇടുക്കി, ഏറ്റുമാനൂർ, കോതമംഗലം അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ചർച്ചകൾ വന്നിരുന്നു. അതിൽ തന്നെയും ഇടുക്കിയും കോതമംഗലവും കോൺഗ്രസിനെ വിട്ടുകൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിനെല്ലാം തള്ളുകയാണ് പി ജെ ജോസഫ് ചെയ്യുന്നത്. കൂടാതെ ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് LDF-ലേക്കുണ്ടായ ക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളോടും പി ജെ ജോസഫ് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. യഥാർത്ഥ കേരള കോൺഗ്രസ് തങ്ങളുടേതാണ് എന്നാണ് പി ജെ ജോസഫ് പറയുന്നത്. എന്ന് വെച്ചാൽ തറവാട്ടിലേക്കാണ് ജോസ് കെ മാണി ക്ഷണിച്ചിരുന്നത്. യഥാർത്ഥ തറവാട് തങ്ങളുടേതാണ് എന്ന മോൻസ് ജോസഫിന്റെയും അബു ജോസഫിന്റെയും പ്രതികരണത്തോട് ജോസ് കെ മാണി പറഞ്ഞിരുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന പേര് കിട്ടിയത് PC തോമസിന്റെ ഔദാര്യം മൂലമാണ്. യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് അവകാശപ്പെടാനുള്ള അധികാരം പി ജെ ജോസഫിന് ഇല്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമുള്ള യഥാർത്ഥ കേരള കോൺഗ്രസ് ഞങ്ങളുടേതാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് പി ജെ ജോസഫ് ചെയ്യുന്നത്. കൂടാതെ LDF-ലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും പി ജെ ജോസഫ് തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു പി ജെ ജോസഫ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അജിംസ.